ചുട്ടുപൊള്ളുന്ന ഭൂമിയുടെ മാറിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പോലെ ചെടികളെയും പൂക്കളെയും വീടിനെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോന്ന സെയിൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡോറിൽ വെക്കുന്ന പോട്ടുകളും അവ സെറ്റ് ചെയ്യുന്ന രീതിയുമാണ്. സെറാമിക് പോട്ടുകളാണ് നമ്മുടെ വീടിന്റെ അകത്തൊക്കെ നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കണമെന്നാണല്ലോ നമ്മുടെയൊക്കെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സെറാമിക് പോട്ടുകൾ ഇന്ന് വളരെ ഭംഗിയായ രീതിയിലൊക്കെ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. നല്ല വില കൊടുക്കുന്നതും വലിയ വിലയില്ലാത്തതുമൊക്കെയായ പോട്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്. വീടിന്റെ അകത്തൊക്കെ നമ്മൾ മണ്ണിന്റെ പോട്ട്, അതുപോലെ താഴ്ന്ന വിലയുള്ള പ്ലാസ്റ്റിക് പോട്ട്, ഇതൊന്നും വെച്ചാൽ ഒരു ഭംഗി കിട്ടില്ല. അതിനായിട്ട് നമ്മൾ ഫൈബർ പോട്ടുകളോ അല്ലെങ്കിൽ സെറാമിക് പോട്ടുകളോ ആണ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ വരാന്തയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഫൈബർ പോട്ടുകളാണ്. എന്നാൽ നമ്മൾ പുതുതായി വാങ്ങിയ സെറാമിക് പോട്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു പോട്ട് ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്യാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ടേബിളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള പോട്ടാണിത്. അടിയിലൊരു ട്രേ ഒക്കെ ഉണ്ട്, വെള്ളം ഒഴുകി പോവാനായി മധ്യത്തിലൊരു ഹോളൊക്കെ ഉണ്ട്. ഇതിന് കിച്ചണിലും ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടാണിത്. സെറാമിക് പോട്ടുകളിൽ നേരിട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ബ്ലാക്ക് പോട്ടിൽ നട്ടതിന് ശേഷം സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതാകും നമുക്ക് സൗകര്യം. എൻജോയ് പോത്തോസ് ആണ് ഈ പോട്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ബുഷിയാക്കി വളർത്തിയെടുത്ത് ഇതുപോലെ നേരിട്ട് സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഓരോ പോട്ടുകളും ഓരോ റൂമിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പോട്ട് നമ്മുടെ ബെഡ്റൂമിന് സൂട്ടായ ഒരു പോട്ടല്ല. അതുകൊണ്ട് തന്നെ ഇത് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായി തന്നെ എൻ്റെ ടേബിളിൽ ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൈനിങ് ഹാളിലൊക്കെ നമ്മൾ ഇതുപോലെ സെറാമിക് പോട്ടുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടും അതുപോലെ ആ ഒരു തീൻമേശയുടെ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ സ്റ്റെയറിലും അതുപോലെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള പോട്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ കപ്പുകളിൽ വെച്ച് കാക്ടസ് വളർത്തിയെടുക്കാം. ഇതും നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തായിട്ട് നല്ല ഭംഗിയോടെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കുഞ്ഞു കപ്പാണിത്. ഇതിൽ ഞാൻ 2 തരം കാക്ടസ് ആണ് നട്ടു കൊടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല, എന്നാലും വളരെ കുറഞ്ഞ എമൗണ്ട് പെബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടിപൊളി സെറാമിക് പോട്ട് പരിചയപ്പെടാം. ഈ ഒരു പോട്ടിന് ഡ്രെയിനേജ് ഒന്നും വരുന്നില്ല. കാരണം ഇത് പോട്ടിൽ നട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുന്ന ഒരു തരം പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ CC പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു ബ്ലാക്ക് പോട്ടിലാണ് നമ്മൾ CC പ്ലാന്റ് നട്ട് വളർത്തിയിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് പോട്ട് സെറാമിക് പോട്ടിനുള്ളിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഇൻഡോറിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ചെടികളിൽ ഒന്നാണ് CC പ്ലാന്റ്. വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി വളരെ ഹെൽത്തി ആയി വളരുന്ന ഒരു ചെടിയാണ് CC പ്ലാന്റ്. അത് മാത്രമല്ല ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ചെടിയാണ് ഈ ഒരു CC പ്ലാന്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിനേക്കാളേറെ മികച്ച ഒരു അടിപൊളി പോട്ടാണ്. ഇതിന് നല്ല വർക്കൊക്കെ ഉണ്ട്, ഒരു കട്ടിങ്സും ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതുപോലെയാണ് ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉള്ള പോട്ടാണ്. 950 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു പോട്ടിനും ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. ഈ ഒരു പോട്ടിൽ നേരിട്ട് പ്ലാന്റുകൾ നടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതിലും നേരിട്ടല്ല പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ബ്ലാക്ക് പോട്ടിൽ എൻജോയ് പോത്തോസും നന്നായി വളർത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം.
ഒരു ബ്ലാക്ക് പോട്ടിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കുത്തി നല്ല ബുഷിയാക്കി നമുക്ക് പോത്തോസ് വളർത്തിയെടുക്കാം. അത് എൻജോയ് പോത്തോസ് ആവണമെന്നില്ല, സിൽവർ പോത്തോസ് ആയാലും നിയോൺ പോത്തോസ് ആയാലും നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാം. ഇൻഡോറിൽ നമ്മൾ വെക്കുന്ന പ്ലാന്റ് എല്ലാം ആഴ്ചയിൽ 2 ദിവസം നമ്മൾ മുഴുവനായിട്ടും പുറത്ത് എടുത്തു വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാന്റിന്റെ നല്ല ഭംഗി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെ വീട്ടിലും സെറാമിക് പോട്ടുകളും ഫൈബർ പോട്ടുകളും ഒക്കെ വാങ്ങി ഇൻഡോർ പ്ലാന്റുകൾ നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പഠിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസുമായി വരാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.